എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2020 ഡിസംബർ മാസം 16 കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. താങ്കൾ ഇടയ്ക്ക് ചൂണ്ടിക്കാണിച്ചു 6 കോർപ്പറേഷൻ 5 LDF, 941 ഗ്രാമപഞ്ചായത്തിൽ 600ഓളം ഗ്രാമപഞ്ചായത്ത് LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 11 LDF, മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ആധികാരികമായിട്ടുള്ള വിജയം LDFന് നേടാൻ കഴിഞ്ഞു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി കേരളം ഭരിക്കുമ്പോൾ ആ മുന്നണിക്ക് അനുകൂലമായി തന്നെ തദ്ദേശ ഭരണത്തിലേക്ക് 5 തലത്തിലേക്കും ആ മുന്നണി വിജയിക്കുന്ന ചരിത്രം ഞാൻ വിശ്വസിക്കണം അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. ഞങ്ങൾ ആദ്യമായി ചരിത്രം സൃഷ്ടിച്ചത് ഇതിലും കൂടുതൽ നുണപ്രചരണവും വ്യാജ വാർത്തകളും ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. പത്രം തുറക്കാൻ കഴിയില്ല. ചാനലുകൾ തുറന്നാൽ ബ്രേക്കിംഗ് ന്യൂസും അന്തി ചർച്ചകളിലും CPM-നെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന 2020 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ ഡിസംബറിലാണല്ലോ തെരഞ്ഞെടുപ്പ്. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങേക്കറിയാം. വലിയ തരത്തിലുള്ള ആക്രമണത്തെ അതിജീവിച്ചിട്ടാണ് ഭരണ തുടർച്ചയിലേക്ക് രണ്ടാമതും ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചെഴുതിയത്. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, പലരും റിബലാണ്, അതാണ് ഇതാണെന്ന്. അങ്ങ് അറിഞ്ഞോ? ചൂരൽമല മുണ്ടക്കൈയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതാവ് നസീർ ആലങ്കൽ അടക്കം 30 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാര് ഇന്ന് CPM ചേർന്നു. എന്താ കാരണം? നിങ്ങൾ 1000 വീട് പറഞ്ഞു, 500 വീടായി, പിന്നെ 100 വീടായി. യൂത്ത് കോൺഗ്രസിന്റെ 30 വീടായിരുന്നു. പിന്നെ കർണാടകത്തിലെ കോൺഗ്രസ് അവിടുത്തെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത 100 വീട്, രാഹുൽ ഗാന്ധിയുടെ വീട്. എന്തിന്റെ അസുഖമാണ്? രാവിലെ ഗോതമ്പ് ദോശ ഇതൊക്കെ കൊടുത്ത് അവിടുത്തെ പട്ടിണി പാവങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ പുറത്ത് കോൺഗ്രസ്സുകാരാൽ പണിതു തരുന്ന വീട് മതി, അതുകൊണ്ട് ഗവൺമെന്റ് തരുന്ന 15 ലക്ഷം രൂപ ഇങ്ങ് തന്നേരെ, ഞങ്ങൾ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. എന്നിട്ട് ഒരു വീട്, 1 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു കല്ലിടാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ 30 കുടുംബം ഞങ്ങൾ ഇനി കോൺഗ്രസിനോട് ഇല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് CPM ചേർന്നു. CPM-ന്റെ ഏരിയ സെക്രട്ടറി മാലയിട്ട് സ്വീകരിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ആലപ്പുഴയിൽ ചെന്നപ്പോ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിരിക്കേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ തറക്കല്ല് വരെ ഇളകിപ്പോയി, കാലുകുത്തുന്ന മണ്ണ് വരെ ഇളകിപ്പോയി. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയപക്ഷത്തോടെ എല്ലാവരും യോജിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന എല്ലാ കേസും എടുത്ത് പരിശോധിക്ക്. നിങ്ങൾ ആരൊക്കൊപ്പ വേട്ടക്കാരനൊപ്പം നിൽക്കും, അതിജീവിതയെ ആക്ഷേപിക്കും, അതിജീവിതയെ അപമാനിക്കും, എന്നിട്ട് ചില ഘട്ടങ്ങളിൽ വന്ന് പറയും ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയും. അപ്പൊ ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾ പോകാതെ സുനാമി നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഏത് രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്താലും ഇപ്പൊ സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞല്ലോ ഓണത്തിന്. നിങ്ങൾ പറഞ്ഞില്ലേ ഓണത്തിന് ട്രഷറി പൂട്ടും, സപ്ലൈകോ തുറക്കില്ല, ഒറ്റ സാമഗ്രി ഉണ്ടാവില്ല, അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചതല്ലേ നിങ്ങൾ? പെൻഷൻ കമ്പനികളുടെ മേൽ വ്യത്യസ്ത നിബന്ധനകൾ കൊണ്ടുവന്ന പെൻഷൻ തകർത്തിൽ 8 മാസം കുടിശ്ശിക വരുത്തിയില്ലേ? ഇപ്പൊ പെൻഷൻ കുടിശ്ശികയുള്ള ഒരു നാടാണോ നമ്മുടെ നാട്? 2025 ജനുവരി മുതൽ ജൂൺ വരെ 6 മാസം കൊണ്ട് ഈ കേരളത്തിൽ വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയാമോ? 1,23 ലക്ഷമാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അതായത് 6 മാസം കൊണ്ട് ഈ കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കേരളത്തിലെ ജനസംഖ്യയുടെ 3/1 സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? 1,23 ലക്ഷം. അതായത് കേരളം മാറുകയാണ്, ഇവിടെ ഒന്നും വരില്ല എന്ന് പറഞ്ഞവരൊക്കെ തിരുത്തി പറയാണ്. വേൾഡ് ട്രേഡ് സെന്റർ പോലും നിക്ഷേപം ഇറക്കാൻ ഈ കേരളത്തിലേക്ക് വരികയാണ്. മൊത്തം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു. വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ആ വിവാഹ സ്റ്റേജിൽ നിന്നുകൊണ്ട് മൊബൈലിൽ ഒരു ക്ലിക്ക് കൊടുത്താൽ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന തരത്തിൽ എല്ലാ മേഖലയും ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു. അങ്ങനെ മാറുന്ന ഒരു നാട് ലോകത്ത് എവിടെയാ ഉള്ളത്? പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല, ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ. നിയമന നിരോധനം ഒരിക്കലും ഇല്ലാത്ത, അഴിമതി ഇല്ലാത്ത 10 വർഷം, പവർ കട്ട് ഇല്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത 10 വർഷം, ട്രഷറി മുടങ്ങാത്ത 10 വർഷം, അതുപോലെ പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത 10 വർഷം, വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത 10 വർഷം, പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. അതുപോലെ സ്കൂൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പൊതുകലാശ വ്യവസായങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷം. ഇങ്ങ് എടുത്തു നോക്ക്. ഈ 10 വർഷത്തെ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനിരുന്ന നാളെ പുലർച്ചെയായാലും ആ നേട്ടങ്ങളുടെ പട്ടിക തീരില്ല. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? കോൺഗ്രസിന് എന്താ പറയാനുള്ളത്? നിങ്ങൾ ഒരു വീട്, ഒരു കല്ലിട്ടിട്ട് വന്നിട്ടാണോ പട്ടിണി പാവങ്ങളുടെ പേര് പിരിച്ച പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുക?
ലക്ഷക്കണക്കിന് രൂപ തന്നു എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണത്. മണ്ഡലം കമ്മിറ്റി പറഞ്ഞല്ലോ 7 ലക്ഷം രൂപ കൊടുത്തു. 140 മണ്ഡലം ഇല്ലേ? ആ കോടികൾ എവിടെ പോയി? ആ കോടികൾ എവിടെ പോയി എന്ന് ജനം ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും വാക്ക് പാലിക്കാത്തതുണ്ടോ? മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. അമ്മമാരുടെ പെൻഷനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര ആക്ഷേപിച്ചു? നിങ്ങൾ കുറെ ആക്ഷേപിച്ചില്ലേ? 34 ലക്ഷം പേർക്ക് ആ വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്ന. പിന്നെ ഇവിടെ നിരീക്ഷകൻ പറഞ്ഞല്ലോ BJP ആയിട്ട് ഒരു ബന്ധം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത്? എന്താ പറഞ്ഞത് ശരിയല്ലേ? ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും വോട്ട് വേണ്ട എന്ന് എല്ലാ ഘട്ടത്തിലും അന്തസ്സായി ഞങ്ങൾ പ്രഖ്യാപിക്കുക. വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കാമെങ്കിൽ ചിരിക്കാം. പക്ഷെ കോൺഗ്രസ് എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ട്, നീക്കുപോക്കുണ്ട്. എന്താ ഈ നീക്കുപോക്ക്? ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കാം, അടുത്ത മണ്ഡലങ്ങളിൽ ഇങ്ങോട്ട് സഹായിക്കണം. ഈ കഥനക്കാരനെന്ന് ഞാൻ കൊല്ലുള്ളൂ. നീയേ കുറെ നാളായി കഥനയായിട്ട് നടക്കണേ. അതായത് LDFനെ നേരിടാൻ വർഗീയ കക്ഷികളുടെ പിന്തുണ പരസ്യമായിട്ടില്ലാതെ കോൺഗ്രസിന് പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കാനേ കഴിയില്ല എന്ന് വ്യക്തമായി അവർ അംഗീകരിച്ചിരിക്കുന്നു. VD സതീശൻ തന്നെ പറയുകയാണല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറയുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ആ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയി? ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. 1956 അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ നയം തീരുമാനിക്കുന്നതും കോൺഗ്രസ് ആയി മാറുകയാണ്. ഇതെല്ലാം ജനം കാണുന്നുണ്ട്. കോപ്രായത്തിൽ തൂങ്ങാൻ വേറെ ആളെ നോക്കി. അതുകൊണ്ട് ഇവിടെ വികസനത്തിനാണ് വോട്ട്, ക്ഷേമ പദ്ധതികൾക്കാണ് വോട്ട്, പശ്ചാത്തല സൗകര്യങ്ങൾക്കാണ് വോട്ട്. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. അതുപോലെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം അവർ ഹൃദയത്തോട് ചേർന്ന് അവരെ സംരക്ഷിക്കുന്ന മുന്നണിക്കാണ് വോട്ട്. അതുകൊണ്ട് ചരിത്രം 3ാമത്തെ തവണയും ആവർത്തിക്കും. ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കുക. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, ഇത് 2025 വീണ്ടും ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ച്. മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ട് വിജയം ഞങ്ങൾക്ക് തന്നെ. പത്രം വായിക്കാത്ത, റേഡിയോ കേൾക്കാത്ത, TV കാണാത്ത CPM കോമ്രേഡുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ക്ലാസ്. നാട്ടം കാണുന്ന പോലെ ഇത്തരം സഹാക്കൾ പോയിരുന്നു പറയുന്ന കേട്ടോ. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ഏറ്റവും കൂടുതൽ കേരള ഗവൺമെന്റ് പ്രതിസന്ധിയിലാകുമ്പോൾ ഒന്നുകിൽ ഗവർണർ ഇറങ്ങും, അല്ലെങ്കിൽ ED ഇറങ്ങും. 2 നോട്ടീസ് അയക്കും, 2 ചർച്ച ചെയ്യും. വേറെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന്റെ തുടർ നടപടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ലേ, അംഗബലം കൂടുതലുള്ള കേഡറുകൾ ഉണ്ടെന്ന് പറയുന്ന പാർട്ടിയല്ലേ. എത്ര പ്രതിഷേധ സമരങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി ഇവർ നടത്തുന്നു? അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. തിരിച്ച് മുഖ്യമന്ത്രി ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് നടന്ന രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനെതിരായിട്ട് നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ്? ഏത് തെരഞ്ഞെടുപ്പിലാണ് ഒരു ക്യാമ്പയിൻ ഒരു ദിവസത്തേക്ക് പേരിനെങ്കിലും പോയിട്ടുള്ളത്? CPMന്റെ ഏറ്റവും ഉന്നതാധികാര സമിതിയിലുള്ള ആളാണ്. പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് എവിടെയാണ് പോയിട്ടുള്ളത്? CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ മുഖ്യമന്ത്രിമാർ ഒരേ പ്ലാറ്റ്ഫോമിലെത്തി മോഡി സർക്കാരിനെതിരെ, BJP സർക്കാരിനെതിരെ, NDAക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ എവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി? എന്താണ് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് BJPക്കെതിരെ പറയാത്തത്? തിരിച്ചിവിടെ എന്തുകൊണ്ടാണ് BJP CPMനെതിരെ സമരം ചെയ്യാത്തത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസികളെ വേദനിപ്പിച്ച സ്വർണ്ണപ്പാളി വിഷയത്തിലടക്കം ഇവരെന്താണ് സമരം ചെയ്യാത്തത്? എന്നെ സംശയിക്കരുത്. അപ്പൊ ഇവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം BJP ആണ് കേരളം ഭരിക്കുന്നത്. നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP ആയിരിക്കുമ്പോൾ പിന്നെ വേറെന്തിനൊരു സർക്കാർ, വേറെന്തിനൊരു പാർട്ടി, വേറെന്തിനൊരു മുന്നണി? അതാണ് BJPയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇവിടെ BJP പറയുന്ന രാഷ്ട്രീയം പൊള്ളയാണ്. അവരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി ബോധ്യമുള്ളത് കൊണ്ട് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.